അനുദിനം യേശുവിനോടൊപ്പം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. യേശു ഈ വാക്കുകൾ പറഞ്ഞത് ശമര്യക്കാരിയായ ഒരു സ്ത്രീയോടാണ്. യാക്കോബിൻ്റെ കിണറ്റിൽ വെള്ളം കോരാൻ വന്നതായിരുന്നു ശമര്യ സ്ത്രീ. എന്നാൽ ആ വെള്ളത്തേക്കാൾ വലിയൊരു ദാഹം അവളുടെ ആത്മാവിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ നേടിയിട്ടും ഉള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പണം, സമ്പത്ത്, വിജയം, പ്രശസ്തി എല്ലാം ഉണ്ടായാലും ഹൃദയത്തിൻ്റെ ദാഹം പലപ്പോഴും മാറാറില്ല. ഹൃദയത്തിൻ്റെ ദാഹം മാറ്റുവാൻ കർത്താവിന് മാത്രമല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. ലോകത്തിലെ വെള്ളം ദാഹം വീണ്ടും ഉണ്ടാക്കുന്നു. യേശു പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ലോകത്തിലെ കാര്യങ്ങൾ നമ്മുടെ ആന്തരിക ദാഹം പൂർണ്ണമായി മാറ്റാൻ കഴിയുകയില്ല എന്ന സത്യമാണ് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു നേട്ടം ലഭിച്ചാൽ മറ്റൊരു നേട്ടത്തിനായി നാം ആഗ്രഹിക്കുന്നു. സന്തോഷം ലഭിച്ചാലും അത് നിലനിൽക്കുന്നില്ല. ലോകം നൽകുന്ന സന്തോഷം താൽക്കാലികമാണ്. എന്നാൽ യേശു നൽകുന്ന സംതൃപ്തി ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് എത്തുന്നു. അത് എന്നും നിലനിൽക്കുന്നു. കർത്താവായ യേശുവിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ജീവജലത്തിന് മാത്രമേ നമ്മുടെ ആത്മീയ ദാഹം തീർക്കാൻ കഴിയുകയുള്ളൂ. യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. യേശു ഇവിടെ നൽകുന്നത് ജീവന്റെ ഉറവിടമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നു എങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന്. നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ ദാഹത്തിന് ഉത്തരം കർത്താവായ യേശു മാത്രമാണ്. ലോകത്തിൽ നിന്നുള്ള സന്തോഷം നാം പ്രാപിക്കുമ്പോൾ വീണ്ടും ദാഹത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ യേശുവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ സമാധാനവും പ്രത്യാശയും പുതിയ ജീവിതവും പുതിയ സന്തോഷവും നൽകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായി തീരും. യേശുവിൽ നിന്ന് ലഭിക്കുന്ന ജീവൻ നമ്മുടെ ഉള്ളിൽ നിന്നും മാറ്റം വരുത്തുന്നു. പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. ജീവജലമായ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറുന്നു, മനോഭാവങ്ങൾ മാറുന്നു, മുൻഗണനകൾ മാറുന്നു. ക്ഷമിക്കാൻ കഴിയാത്തിടത്ത് ക്ഷമിക്കാൻ ശക്തി നൽകുന്നു. നിരാശയുടെ സ്ഥാനത്ത് പ്രത്യാശ നൽകുന്നു. ഭയത്തിൻ്റെ സ്ഥാനത്ത് വിശ്വാസം വളരുന്നു. അങ്ങനെ അത് നിത്യജീവനിലേക്ക് പൊങ്ങിവരുന്ന നീരുറവയായി തീരുന്നു. ഒരു നീരുറവ ചുറ്റുമുള്ളവർക്കും ജീവൻ നൽകുന്നു. അതുപോലെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന ഒരു നീരുറവയായി മാറട്ടെ. അതിനായി കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഇന്നും കടന്നു വരാം. ഉള്ളിലെ ആത്മീയ ദാഹം തീർക്കാൻ കർത്താവിൻ്റെ കയ്യിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ലോകത്തിന് നൽകാൻ കഴിയാത്ത സംതൃപ്തി അങ്ങിലൂടെ ലഭിക്കുന്നു എന്ന് വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി നന്ദി. ലോകത്തിലെ കാര്യങ്ങളാൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദാഹം മാറ്റാൻ ഞങ്ങൾ ശ്രമിച്ചുപോയ കുറ്റം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങ് ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും പുതുപ്രത്യാശയും നൽകണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന
ഒരു നീരുറവയായി തീർക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.